പലതവണ നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ, വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ മോശമല്ലാത്ത റെക്കോർഡുള്ള ഒരു ഗംഭീര കളിക്കാരനായതുകൊണ്ട് തന്നെ എപ്പോഴും ചർച്ച ചെയ്യാമെന്നാണ് തോന്നുന്നത്. ദിലീപിന് എന്താ തോന്നുന്നു, ഒരു റിമോട്ട് ചാൻസ് ഉണ്ടോ കോഹ്ലി തിരിച്ചെത്താൻ? ഒരു ചാൻസും ഇല്ല. ഇതിപ്പോ കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ടല്ല റിട്ടയർമെന്റ് നടന്നത്. പക്ഷെ ഇനി തിരിച്ച് വരുന്നൊരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന കോഹ്ലിയുടെ ഫോമിൽ വലിയൊരു മാറ്റം കാണാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 3-4 മാസത്തിൽ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ 3 ഫോർമാറ്റും കളിക്കാത്തത് കാരണം വളരെ ഫ്രഷ് ആയിട്ടാണ് കളികൾക്ക് വരുന്നത്. അതൊരു പ്രായം കഴിഞ്ഞാൽ അത് വളരെ പ്രധാനം കൂടിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് 2009 ലണ്ടനിൽ ICC T20 നടക്കുന്ന സമയത്ത് സച്ചിൻ T20 കളിക്കാതെ ആയിട്ടുണ്ട്. ഒരു കളിയെ കളിച്ചുള്ളൂ ഇന്ത്യക്ക് വേണ്ടി. അപ്പൊ സ്ക്വാഡ് അവിടെ ഉണ്ട്. സച്ചിനെ ഞാനൊരു ബുക്ക് ലോഞ്ചിന് മീറ്റ് ചെയ്തപ്പോൾ ഞാനത് ആ പരിപാടി കഴിഞ്ഞ് ചോദിച്ചു, ഒന്ന് മിസ് ചെയ്യുന്നുണ്ടോ കളിക്കേണ്ടത്? പറഞ്ഞു ഇല്ല, ഞാൻ ODI നിർത്താൻ പോയി. ഞാൻ പറഞ്ഞു നിർത്താനോ, ഇപ്പൊ ലോകകപ്പില്ലേ 2011. പക്ഷെ പറഞ്ഞു അതല്ല, നിർത്താന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു കൊല്ലം കളിക്കാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ അടുത്ത 2010 നമുക്ക് കുറെ ടെസ്റ്റ് മാച്ച് വരുന്നുണ്ട്. എന്റെ വലിയൊരു ആഗ്രഹം ഇന്ത്യ ഏറ്റവും നല്ല ടെസ്റ്റ് ടീം ആവണം. അപ്പൊ അതിൽ പൂർണ്ണ ശ്രദ്ധ വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 11 വേൾഡ് കപ്പ് എനിക്കറിയാം എന്റെ അവസാനത്തെ അവസരമാണ് ജയിക്കാൻ. അപ്പൊ പിന്നെ അതിൽ ശ്രദ്ധ വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു കൊല്ലം കളിക്കാതിരുന്നപ്പോ പ്രാക്ടീസ് ഒന്നും വേണ്ടേ? അപ്പൊ എന്നോട് ചിരിച്ചു ചോദിച്ചു, എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പ്രാക്ടീസ് വേണമെന്ന് ODI ക്രിക്കറ്റ് പോയി കളിക്കാൻ. 2009 ശേഷം 10 2 കളി കളിച്ചു. അതിലൊന്ന് 200 ആദ്യമായിട്ട് ഒരു ബാറ്റ്സ്മാൻ 200 എടുക്കേണ്ട ODIയിൽ ഗ്വാളിയറിൽ വെച്ചിട്ട്. 2011 ലോകകപ്പിന് മുമ്പ് ജനുവരിയിൽ 2 മാച്ച് കളിച്ചു. ആകെ 4 കളിയാണ് കളിച്ചത് 11 ലോകകപ്പിന് മുമ്പ്. അപ്പൊ ഈ പ്രായത്തില് ശരിക്കും അവർക്ക് പ്രാക്ടീസ് അല്ല ആവശ്യം. അവരുടെ ഗെയിം അവർക്ക് അത്രയും നന്നായിട്ട് അറിയാം. മാനസികമായിട്ട് ഫ്രഷ് ആയിരിക്കണം. അപ്പൊ അതാണ് ഇപ്പോഴത്തെ കോഹ്ലിയിൽ കാണേണ്ടത്. അപ്പൊ ഒരു സാധ്യതയില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ കരിയർ തീർന്നു തന്നെയാണോ? തീർന്നു എന്ന് പറഞ്ഞാൽ ODI ക്രിക്കറ്റ് ഇനി കളിച്ചുകൊണ്ടിരിക്കും. അതിലിപ്പൊ കാണുന്ന ഫോം ഇന്ത്യക്ക് ശരിക്കും എല്ലാ വിധത്തിലും നല്ലതാണ്. എന്താ വെച്ചാൽ 20 മാസത്തിലാണ് ലോകകപ്പ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ. അപ്പൊ അവിടുത്തെ കണ്ടീഷൻസിൽ പ്രത്യേകിച്ചും ഈ അനുഭവമുള്ള കളിക്കാരെ തീർച്ചയായിട്ടും ആവശ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ അങ്ങനത്തെ ബാറ്റിംഗ് പിച്ചസ് ഒന്നും ആയിരിക്കില്ല എല്ലാം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇൻഫോം കോഹ്ലിയും അത്ര തന്നെ നല്ല ഫോമിലുള്ള ഒരു രോഹിത് ശർമ്മ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് നല്ലത് തന്നെയാണ്.